ഭൂമിയിലെ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളെ നോക്കൂ. ഒരു കൗതുകകരമായ കാര്യം കാണാം. ഒരേ സ്പീഷീസ്, ഒരേ ബോൺസ്, ഒരേ ബ്ലഡ്, ഒരേ അടിസ്ഥാന ബ്രെയിൻ സ്ട്രക്ചർ. പക്ഷേ സ്കിൻ കളർ മാത്രം വളരെ വ്യത്യസ്തം. വളരെ ഡാർക്കായ സ്കിൻ മുതൽ പെയിൽ പിങ്ക് വരെ. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഈ വ്യത്യാസത്തെ തെറ്റായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യം മിത്സ് ഉണ്ടാക്കി, പിന്നെ ട്രൈബ്സ്, പിന്നെ റേസ് എന്ന ആശയം. സ്കിൻ കളർ മനുഷ്യർ വേറെ വേറെ തരത്തിലുള്ള ജീവികളാണെന്നതിന് തെളിവാണെന്ന് ആളുകൾ കരുതി. പക്ഷേ ബയോളജി പറയുന്നത് മറ്റൊന്നാണ്. സ്കിൻ കളർ ഒരിക്കലും ഹ്യൂമൻ സെപ്പറേറ്റ് ആണെന്നതിന് തെളിവായിരുന്നില്ല. ഇത് ഒരു സർവൈവൽ പ്രോബ്ലം സോൾവ് ചെയ്തതിന്റെ ഫലമായിരുന്നു. കാരണം ഓരോ മനുഷ്യ ശരീരവും ആകാശത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യത്തെ ബാലൻസ് ചെയ്യേണ്ടി വന്നു: സൺലൈറ്റ്. വിചിത്രമായ കാര്യമെന്തെന്നാൽ നമ്മളെ ജീവനോടെ നിലനിർത്തിയ അതേ സൂര്യൻ തന്നെ നമ്മളെ ഡാമേജ് ചെയ്യുകയും ചെയ്തു. അതിനാൽ ആയിരക്കണക്കിന് ജനറേഷൻസായി മനുഷ്യ ശരീരം ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിച്ചു. ടു മച്ച് സൺലൈറ്റ് അപകടം, ടു ലിറ്റിൽ സൺലൈറ്റ് അതും അപകടം. അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നു: മനുഷ്യർ എന്തുകൊണ്ടാണ് വ്യത്യസ്ത സ്കിൻ കളറായി മാറിയത്? ആ കഥ തുടങ്ങുന്നത് നേഷൻസ്, ബോർഡേഴ്സ്, റേസ് ഇവയ്ക്കും മുമ്പ് ആഫ്രിക്കയിൽ നിന്നാണ്. കഠിനമായ സൂര്യപ്രകാശത്തിനടിയിൽ നിൽക്കുന്ന ഒരു ചെറിയ എയ്പ് സ്പീഷീസ്. മിക്ക മാമൽസിന് ഫർ ആണ് പ്രൊട്ടക്ഷൻ. സൺലൈറ്റ് സ്കിന്നിലേക്ക് നേരിട്ടെത്തുന്നതിന് മുമ്പ് ഫർ അതിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഒരു ഡേഞ്ചറസ് ട്രേഡ് ചെയ്തു. അവർ ശരീരത്തിലെ ഫർ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? ഹീറ്റ്. മുഴുവൻ ഫറുള്ള ശരീരം ഓപ്പൺ സൺലൈറ്റിൽ വേഗം ഓവർഹീറ്റ് ചെയ്യും. പക്ഷേ സ്വെറ്റ് ചെയ്യാൻ കഴിയുന്ന ഹെയർലെസ് ബോഡിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അത് മണിക്കൂറുകളോളം നടക്കാനും ഓടാനും കഴിയുമായിരുന്നു. മറ്റു പ്രഡേറ്റേഴ്സ് വിശ്രമിക്കേണ്ട സമയത്ത് മനുഷ്യ ആൻസസ്റ്റേഴ്സ് തുടർന്നും മൂവ് ചെയ്തു. സ്വെറ്റ് ബെയർ സ്കിന്നിലാണ് ഏറ്റവും നല്ലത് വർക്ക് ചെയ്യുന്നത്. അതിനാൽ മനുഷ്യർ ഫർ നഷ്ടപ്പെടുത്തി കൂളിംഗ് നേടി. പക്ഷെ അതോടെ പുതിയൊരു പ്രശ്നം വന്നു. ഫർ പോയതോടെ സൺലൈറ്റ് നേരിട്ട് സ്കിന്നിനെ തൊടാൻ തുടങ്ങി. ഇക്വേറ്ററിന് സമീപമുള്ള സൺലൈറ്റ് വളരെ ശക്തമാണ്. അതിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉണ്ടാകും. UV ലൈറ്റ് സ്കിൻ ബേൺ ചെയ്യാനും DNA ഡാമേജ് ചെയ്യാനും ശരീരത്തിനുള്ളിലെ പ്രധാന മോളിക്യൂൾസ് തകർക്കാനും കഴിയും. അവയിലൊന്ന് ഫോളേറ്റ് എന്ന വൈറ്റമിനാണ്. ഹെൽത്തി സെൽസ്, പ്രഗ്നൻസി, റീപ്രൊഡക്ഷൻ എല്ലാത്തിനും അത്യാവശ്യമാണ്. ടു മച്ച് UV ഫോളേറ്റ് നശിപ്പിച്ചാൽ റീപ്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് അപകടത്തിലാകും. എവല്യൂഷന് റീപ്രൊഡക്ഷൻ വളരെ പ്രധാനമാണ്. ഒരു സ്പീഷീസ് സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതാണ്. അതിനാൽ ട്രോപ്പിക്കൽ സൺലൈറ്റിൽ ജീവിച്ചിരുന്ന ഏർലി ഹ്യൂമൻസിൽ നാച്ചുറൽ സെലക്ഷൻ ഡാർക്കർ സ്കിൻ ഫേവർ ചെയ്യാൻ തുടങ്ങി. ആ പ്രൊട്ടക്ഷൻ നൽകിയതായിരുന്നു മെലനിൻ. മെലനിൻ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് മാത്രമല്ല, അതൊരു ബയോളജിക്കൽ ഷീൽഡാണ്. UV റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ഡാമേജ് കുറയ്ക്കുന്നു. കൂടുതൽ മെലനിനുള്ള ഡാർക്കർ സ്കിൻ ശക്തമായ സൺലൈറ്റിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകും. അതുകൊണ്ടാണ് ഇക്വേറ്ററിന് സമീപം ജീവിച്ചിരുന്ന പോപ്പുലേഷൻസിൽ ഡാർക്കർ സ്കിൻ കൂടുതലായി ഇവോൾവ് ചെയ്തത്. അവർ വേറെ തരത്തിലുള്ള മനുഷ്യരായതുകൊണ്ടല്ല, അവരുടെ ആൻസസ്റ്റേഴ്സ് സ്ട്രോങ്ങർ സൺലൈറ്റിൽ ജീവിച്ചതുകൊണ്ടാണ്. ഡാർക്ക് സ്കിൻ കോസ്മെറ്റിക് ഫീച്ചർ ആയിരുന്നില്ല, അത് സർവൈവൽ ടെക്നോളജി ആയിരുന്നു. ലോകത്തിലെ ആദ്യ സൺസ്ക്രീൻ. പിന്നീട് ഹ്യൂമൻസ് ആഫ്രിക്ക വിട്ട് സ്ലോലി മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ചിലർ ഡെസേർട്സ് കടന്നു, ചിലർ ഫോറസ്റ്റിലേക്ക് പോയി, ചിലർ കോൾഡ് നോർത്തേൺ റീജൻസിലേക്ക് എത്തി. ഇക്വേറ്ററിൽ നിന്ന് അകലുമ്പോൾ പ്രോബ്ലം മാറി. ഇപ്പോൾ ഡേഞ്ചർ ടു മച്ച് സൺലൈറ്റ് അല്ല, ടു ലിറ്റിൽ സൺലൈറ്റ് ആണ്. കാരണം നമ്മുടെ ബോഡി വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ UVB സൺലൈറ്റ് വേണം. വൈറ്റമിൻ ഡി ഇല്ലാതെ ബോൺസ് വീക്കാവും. ചിൽഡ്രനിൽ റിക്കറ്റ്സ് പോലുള്ള രോഗങ്ങൾ വരാം. പ്രഗ്നൻസി പോലും റിസ്കിയാകാം. ഇപ്പോൾ സ്കിൻ മറ്റൊരു ബാലൻസ് സോൾവ് ചെയ്യണം. ഡാർക്ക് സ്കിൻ ട്രോപ്പിക്കൽ സൺലൈറ്റിൽ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ വീക്ക് സൺലൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ അത് ടു മച്ച് UV ബ്ലോക്ക് ചെയ്തു. അതിനാൽ ലോ UV റീജിയൻസിൽ ലൈറ്റർ സ്കിൻ ഫേവർ ചെയ്യപ്പെട്ടു. ലെസ് മെലനിൻ, കൂടുതൽ UVB ഇൻസൈഡ് സ്കിൻ. മോർ UVB, കൂടുതൽ വൈറ്റമിൻ ഡി. ഇതാണ് ആളുകൾ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്നത്. ലൈറ്റ് സ്കിൻ ഇവോൾവ് ചെയ്തത് കോൾഡ് വെതർ കാരണമല്ല. കോൾഡ് സ്കിൻ കളർ മാറ്റില്ല, സൺലൈറ്റ് ആണ് മാറ്റുന്നത്. സ്കിൻ കളർ ടെമ്പറേച്ചറിനേക്കാൾ അൾട്രാ വയലറ്റ് റേഡിയേഷനെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ കഥ ഇതിലും കോംപ്ലക്സ് ആണ്. മനുഷ്യർ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മൈഗ്രേഷനും കോംപ്ലിക്കേറ്റഡ് ആണ്. ഡയറ്റ് പോലും അതിൽ വലിയ റോൾ പ്ലേ ചെയ്യുന്നു. ഉദാഹരണത്തിന്, ആർട്ടിക് പോപ്പുലേഷൻസ് വളരെ പെയിലായില്ല. എന്തുകൊണ്ട്? അവരുടെ ഡയറ്റ് ഫിഷും മറീൻ ആനിമൽസുമായിരുന്നു. അതിൽ വൈറ്റമിൻ ഡി ഓൾറെഡി ഉണ്ടായിരുന്നു. ഫുഡ് വഴി വൈറ്റമിൻ ഡി കിട്ടുമ്പോൾ സ്കിന്നിന് കൂടുതൽ സൺലൈറ്റ് അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പെർഫെക്റ്റ് സ്കിൻ കളർ ചാർട്ട് എന്നൊന്നും ഇല്ലാത്തത്. പാറ്റേൺസ് ഉണ്ട്, പക്ഷേ ക്ലീൻ ബോക്സസ് ഇല്ല. അവിടെയാണ് റേസ് എന്ന ആശയം സ്ലോലി തകരാൻ തുടങ്ങുന്നത്. സ്കിൻ കളർ ജോഗ്രഫിക്കൊപ്പം ഗ്രാജ്വലി ചേഞ്ച് ചെയ്യുന്നു. ഹ്യൂമൻസിനെ നീറ്റ് കാറ്റഗറീസായി ഡിവൈഡ് ചെയ്യുന്നില്ല. ഒരു എക്സാക്ട് ലൈനില്ല. ഇവിടെ ഒരു റേസ് അവസാനിക്കുന്നു, ഇവിടെ മറ്റൊന്ന് തുടങ്ങുന്നു എന്ന പോലെ. പകരം ജനറേഷൻസായി സൺലൈറ്റ്, ഡയറ്റ്, മൈഗ്രേഷൻ എന്നിവ കാരണം സ്ലോലി മാറിയ പോപ്പുലേഷൻസ് മാത്രവും ഉണ്ടായിരുന്നത്.
സെൻട്രൽ ആഫ്രിക്കയിൽ നിന്ന് നോർത്തിലേക്ക് നടന്നാൽ സഡൻ ചേഞ്ച് ഒന്നും കാണില്ല. ഗ്രാജുവൽ ഡിഫറൻസസ് മാത്രമേ കാണൂ. ഹ്യൂമൻ വേരിയേഷൻ റിയലാണ്, പക്ഷേ മനുഷ്യരുണ്ടാക്കിയ റേഷ്യൽ ബോക്സസ് മോസ്റ്റ്ലി കൾച്ചറലാണ്. സ്കിൻ കളർ വിസിബിൾ ആയതിനാൽ സൊസൈറ്റീസ് അതിന് മീനിങ് കൊടുത്തു. പിന്നെ ഹൈറാർക്കി, പിന്നെ വയലൻസ്. പക്ഷേ എവല്യൂഷൻ ഒരിക്കലും അതൊന്നും പറഞ്ഞിട്ടില്ല. എവല്യൂഷൻ സോൾവ് ചെയ്തത് ഒരു കെമിസ്ട്രി പ്രോബ്ലം ആയിരുന്നു. എങ്ങനെ സൺലൈറ്റ് ഡാമേജ് കുറയ്ക്കാം, അതേസമയം വൈറ്റമിൻ ഡി കിട്ടുകയും വേണം. അതാണ് മുഴുവൻ പസിൽ. ടൂ മച്ച് യു വി, കൂടുതൽ മെലാനിൻ വേണം. ടൂ ലിറ്റിൽ യു വി, കുറവ് മെലാനിൻ ബെറ്റർ. സ്കിൻ കളർ ഒരു കോംപ്രമൈസാണ്. പ്രൊട്ടക്ഷനും വൈറ്റമിൻ പ്രൊഡക്ഷനും ഇടയിലെ ബാലൻസ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം, ലൈറ്റ് സ്കിൻ യൂറോപ്പിലും ഏഷ്യയിലും ഒരേ ജനറ്റിക് പാത്ത് വഴി ഇവോൾവ് ചെയ്തതല്ല. ഡിഫറെൻറ്റ് ജനറ്റിക് ചേഞ്ചസ് ഉപയോഗിച്ച് എവല്യൂഷൻ സിമിലർ സൊല്യൂഷൻസ് കണ്ടെത്തി. അതായത് ഹ്യൂമൻസ് ബിക്കെയിം വൈറ്റ് എന്നൊരു സിംഗിൾ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. ഹ്യൂമൻസ് ബിക്കെയിം ബ്ലാക്ക് എന്നൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഇവ മോഡേൺ വേർഡ്സ് ആണ്. പ്രോസസ് വളരെ പഴയതാണ്. ഫസ്റ്റ് ഹോമോസേപ്പിയൻസ് പ്രോബബ്ലി ഡാർക്കർ സ്കിൻഡായിരുന്നു. കാരണം നമ്മുടെ സ്പീഷീസ് സ്ട്രോങ് ആഫ്രിക്കൻ സൺലൈറ്റിൽ ഇവോൾവ് ചെയ്തു. പക്ഷേ അവർ മോഡേൺ സോഷ്യൽ മീനിങ്ങിലുള്ള ബ്ലാക്ക് പീപ്പിൾ ആയിരുന്നില്ല. അവർ ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ് ആയിരുന്നു. ബയോളജി ആദ്യം വന്നു, കാറ്റഗറീസ് പിന്നീട്. ഇമാജിൻ സൺലൈറ്റ് ഒരു പ്രോബ്ലമാണെന്ന്. ടൂ മച്ച് സൺലൈറ്റ്, DNA ഡാമേജ്. ടൂ ലിറ്റിൽ സൺലൈറ്റ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. മെലനിൻ ആ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. UV ബ്രൂട്ടലായിടത്ത് കൂടുതലായി, UV വീക്കായിടത്ത് കുറവായി. ഒരു സ്കിൻ കളറും സുപ്പീരിയർ അല്ല, ഒരു സ്കിൻ കളറും പ്രിമിറ്റീവ് അല്ല. ഡാർക്ക് സ്കിൻ പ്രിമിറ്റീവ് അല്ല, ലൈറ്റ് സ്കിൻ അഡ്വാൻസ്ഡ് അല്ല, ബ്രൗൺ സ്കിൻ ഹാഫ് വേ സ്റ്റേജ് അല്ല. ഓരോ ഷെയ്ഡും സർവൈവൽ ഹിസ്റ്ററിയാണ്. പക്ഷേ മോഡേൺ വേൾഡ് പഴയ റൂൾസ് മാറ്റി. ഇന്ന് ഹ്യൂമൻസ് മണിക്കൂറുകൾക്കുള്ളിൽ കോണ്ടിനെന്റ്സ് മാറുന്നു. നോർത്തേൺ സൺലൈറ്റിന് അഡാപ്റ്റഡ് ആൻസസ്റ്റേഴ്സ് ഉള്ള ഒരാൾ ഇക്വേറ്ററിൽ ജീവിക്കാം. ട്രോപ്പിക്കൽ ആൻസസ്റ്റേഴ്സ് ഉള്ള ഒരാൾ കോൾഡ് നോർത്തേൺ സിറ്റിയിൽ ജീവിക്കാം. നമ്മുടെ സ്കിൻ പഴയ സൺലൈറ്റിന്റെ സ്റ്റോറി ഇപ്പോഴും ക്യാരി ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ജീവിതം മറ്റൊരു സ്കൈയുടെ കീഴിലാണ് നടക്കുന്നത്. സ്കിൻ കളർ പെർമനന്റ് ഐഡന്റിറ്റി പോലെ തോന്നാം. അതും ഫാമിലി ഹിസ്റ്ററി തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലാണത്. നിങ്ങളുടെ സ്കിൻ നിങ്ങളുടെ ബോഡിയുടെ കളർ മാത്രമല്ല, ഏൻഷ്യന്റ് മൈഗ്രേഷൻസിന്റെ ഷാഡോ ആണ്. ഡെസേർട്സ് കടന്നുപോയ ആളുകളുടെ കഥ, വിന്റേഴ്സ് സർവൈവ് ചെയ്ത ആൻസിസ്റ്റേഴ്സിന്റെ കഥ, സൺലൈറ്റ് സ്ലോലി അവരുടെ സ്കിന്നിൽ എഴുതിയ ചരിത്രം. അപ്പോൾ ഹ്യൂമൻസ് എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയത്? കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്തു. ഡിഫറെൻറ്റ് സൺലൈറ്റുകളിൽ സർവൈവ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് സ്കിൻ കളർ റാങ്കിങ് അല്ല, ബോർഡർ അല്ല, ഹ്യൂമൻ സെപ്പറേറ്റ് ആണെന്നതിന് പ്രൂഫ് അല്ല. അത് ഹ്യൂമൻസ് ഒരേ ഒരു സ്പീഷീസ് ആണെന്നതിന് തെളിവാണ്. ഓൾമോസ്റ്റ് എനിവെയർ സർവൈവ് ചെയ്യാൻ കഴിയുന്ന സ്പീഷീസ്. ആഫ്രിക്കൻ സണ്ണിന്റെ കീഴിൽ ആരംഭിച്ച് ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്ത സ്പീഷീസ്. ഓരോ ഷെയ്ഡും ഒരു സർവൈവൽ സ്റ്റോറിയാണ്. ഓരോ കളറും ഒരു മാപ്പാണ്. ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഏൻഷ്യൻ സൺലൈറ്റിന്റെ ചെറിയൊരു പീസ് സ്വന്തം സ്കിന്നിൽ ക്യാരി ചെയ്യുകയാണ്. നിങ്ങളുടെ ബോഡി നിങ്ങൾ കരുതുന്നതിലും പഴയൊരു സ്റ്റോറി ക്യാരി ചെയ്യുന്നു. ആ സ്റ്റോറി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.